ഹലോ ഫ്രണ്ട്സ്, വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. തലശ്ശേരിയിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ 5 വർഷം കടന്നുപോയി. ആ നാടും ആ വീട്ടുകാരും എൻ്റെ കൂട്ടുകാരും എല്ലാവരെയും മിസ് ചെയ്യുന്നു. അങ്ങനെ ഓർത്തു പാലക്കാരിയുമായിട്ടൊന്ന് പുറം ലോകം കണ്ടു വന്നേക്കാമെന്ന്. ഞായറാഴ്ചകളിൽ ഇങ്ങനെ വല്ലപ്പോഴും പോകുന്നതാണേ. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു സൂപ്പർ സുന്ദരമായൊരു പ്രദേശമുണ്ട്. അവിടെ ഒരു കള്ള് ഷാപ്പും വ്യൂ പോയിൻറ്റും സിനിമ ലൊക്കേഷനും എല്ലാം ഉണ്ട്. അങ്ങനെ പോയി കാണാമെന്നോർത്ത് വണ്ടിയുമായിട്ട് വീട്ടിൽ നിന്നിറങ്ങി. നീലൂർ എന്ന സ്ഥലമാണ് ഇത്. വടംവലിക്കെല്ലാം പേര് കേട്ടൊരു സ്ഥലം കൂടിയാണ് നീലൂർ. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും നല്ല സുന്ദരമായ പ്രദേശങ്ങളാണ്, മലനിരകളാണ് കാണാൻ പറ്റുന്നത്. അപ്പം തൊട്ടടുത്തെല്ലാം പാടങ്ങളും തുടങ്ങാനാട് പള്ളിയാണ് കാണുന്നത്. അപ്പം മുട്ടം കവല എത്തി. മുട്ടത്തു നിന്ന് കുറച്ച് മാറിയാണ് ഈ സ്ഥലം. കോളപ്പുറ എന്നാണ് ഇവിടുത്തെ പേര്. കണ്ടില്ലേ, ഗ്രീൻ കളറിലുള്ള ലൈറ്റ് അവിടെ തെളിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ വണ്ടിയുമായിട്ട്. ഒരു ഭാഗത്തുകൂടി മാത്രമേ വണ്ടി ഇവിടെ പ്രവേശിക്കാറുള്ളൂ. അപ്പോൾ ഒരുപാട് സിനിമകളൊക്കെ ഈ ചുറ്റുവട്ടത്ത് നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാൻ ഓർത്താണ് ഇങ്ങോട്ട് വന്നത്. തൊട്ടടുത്തായൊരു ഫാമിലി ഷാപ്പുണ്ട്. ഞങ്ങൾ ഭക്ഷണം രാവിലെ ചെറിയ രീതിയിൽ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് കഴിക്കാൻ ഓർത്തിട്ടാണ് ഇറങ്ങിയത്. ഒരുപാട് ഭംഗിയുള്ള പ്രദേശങ്ങളാണ് ഈ ഇടുക്കി കോട്ടയം ഭാഗങ്ങളിൽ നമുക്ക് കാണാനുള്ളത്. ഓരോരോ വീഡിയോകൾ നിങ്ങൾ കാണിച്ചു തരണമെങ്കിൽ, ഇനിയുള്ള നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറേ സമയം ഇങ്ങനെ വ്യൂ എല്ലാം പകർത്തി. അവിടെയാണ് ഷാപ്പ്. അപ്പോൾ കുറച്ച് സമയം അവിടെ നിന്ന് ഇങ്ങനെ നടന്നു. കുറച്ച് ദൂരത്തായിട്ടേ പോയുള്ളൂ, കാരണം വണ്ടികളിങ്ങനെ വരുന്നുണ്ട്. നമുക്കവിടെ മാറി നിൽക്കാൻ അത്ര ഇടയില്ല, ഭയങ്കര വെയിലുമാണ്. ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാനും കള്ള് കുടിക്കാനും താല്പര്യമുള്ളവർക്ക് കള്ള് കുടിക്കാം. നല്ല ഒരു ഭംഗിയാണ് ഇവിടെ നമുക്ക് വരുമ്പോൾ തന്നെ മനസ്സിന്. തറവാട് എന്നാണ് ഷാപ്പിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്തോട്ട് കയറി. അപ്പോൾ നേരെ അവിടുന്ന് വീണ്ടും ഞങ്ങൾ കണ്ടില്ലേ പാലം. നമ്മളാ ഷാപ്പിൽ നിന്ന് കാണുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാം. അപ്പോൾ അവിടുത്തെ കിച്ചണിൽ കയറി കുറച്ച് കറികളൊക്കെ വീഡിയോ എടുത്തു. ഒരുപാട് മീനും എന്തൊക്കെയോ ഫ്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കപ്പയും ചിക്കനൊക്കെയാണ് ഓർഡർ ചെയ്തത്, മീൻ കറിയും. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ അവിടുത്തെ ഒരു തൂക്കുപാലമുണ്ട്. ഈ ഇടുക്കിയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം വരുന്ന വെള്ളം ഇതിൻ്റെ താഴെ ഇതിലെവിടെയാണ് ഒഴുകി പോകുന്നത്. ഈ ത്രിവേണി സംഗമം എന്നാണ് ഇവിടെ പറയുന്നത്. ഒത്തിരി പേര് ഇവിടെ നിന്നും കുളിച്ചിട്ട് ഈ ഭൂമി വിട്ട് പോയിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് ഇറങ്ങുന്ന ആൾക്കാരൊക്കെ വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്കിതിൻ്റെ മേലിൽ കൂടി നടക്കുമ്പോൾ തന്നെ ഭയങ്കര പേടിയായിരുന്നു. കാരണം ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാണേലും പല സ്ഥലങ്ങളും തുരുമ്പായി കിടക്കുന്ന കണ്ടപ്പോൾ മനസ്സിനൊരു പേടി തോന്നി. അപ്പോൾ അവിടുന്ന് കുറച്ച് കാഴ്ചകൾ കണ്ടു. മഴയുടെ എല്ലാ ഒരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ച് പോകാൻ ഓർത്തു. ഇതിൻ്റെ താഴെ നിന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഭയങ്കര ഒഴുക്കാണ്. ഇതിലും കൂടുതൽ ഒഴുക്കുണ്ടാവും വെള്ളം മഴയത്ത്. അപ്പോൾ കുറച്ച് സമയം അവിടെ നിന്നൊക്കെ ഇങ്ങനെ നടന്ന് കളിച്ചു. അധികം താമസിക്കാതെ തന്നെ വീട്ടിലോട്ടേക്ക് പോകേണ്ട വന്നു. കാരണം ഭയങ്കര മഴ, ഇവിടെ വീഡിയോ മുടക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.